അവസാനം കിടക്കുന്ന 2 മാങ്ങ എടുത്തിട്ട് ഞാൻ ബ്രെഡ് മാംഗോ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെക്കാം. പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒരു ചെറിയൊരു ബൗളിൽ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കി മാറ്റി വെക്കാം. ഇനി പാത്രത്തിൽ പാലൊഴിച്ച് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് ഞാൻ കാരമൽ സിറപ്പ് ആണ് ചേർത്തിരിക്കുന്നത്. ആ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് ഒന്ന് കുറുക്കി മാറ്റി വെക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ ഈ അരികു പാർട്സൊക്കെ മാറ്റി ഉണ്ടാക്കുന്ന ട്രേയിൽ നിരത്തി വെക്കുക. അപ്പോൾ നമ്മൾ കുറുക്കി വെച്ച ആ ഒരു മിശ്രിതത്തിലേക്ക് മാംഗോ പൾപ്പും കൂടി ചേർത്ത് മാറ്റി വെക്കണേ. അപ്പോൾ വേറൊരു ബൗളിൽ വീണ്ടും പാലും ഫ്രഷ് ക്രീമും മാംഗോ പൾപ്പും അത് ആ നിരത്തി വെച്ച ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സൊക്കെ ഇടാം. ഞാൻ ബദാമും അണ്ടിപ്പരിപ്പുമാണ് ഇട്ടത്. എന്നിട്ട് നമ്മൾ പാലിൽ കുറുക്കി വെച്ച ആ ഒരു കുറുക്ക് ഫുള്ളായിട്ട് അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. മുകളിലെ അണ്ടിപ്പരിപ്പും മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങളും മാങ്ങ പൾപ്പും എല്ലാം ഒഴിച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുക. നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 6-7 മണിക്കൂർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ 6-7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട്. ഇതിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കുന്നില്ല. അടിപൊളി ഒരു മാംഗോ പുഡിങ്ങാണ്, മാംഗോ ബ്രെഡ് പുഡിങ്. സൂപ്പർ ടേസ്റ്റാണ്. നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. ട്രൈ ചെയ്ത് നോക്കണേ.